എത്ര പേര് ദിവസം ഈ ലോകം കാണാതെ മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സാവകാശത്തെ ഓർത്ത് കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച കാലം മുഴുവൻ ഞങ്ങൾ ജോലിയിലായിരുന്നപ്പോൾ, യാത്രയിലായിരുന്നപ്പോൾ, ഭവനത്തിലായിരുന്നപ്പോൾ ഒരു വലിയൊരു സാന്നിധ്യം കർത്താവെ ഞങ്ങൾ അനുഭവിച്ച് കർത്താവെ. കഴിഞ്ഞ ആഴ്ച കാലം ഞങ്ങളുടെ നോട്ടം, ചിന്താഗതി, പ്രവൃത്തി, സംസാരത്തിൽ, കൊടുക്കൽ വാങ്ങൽ എന്റെ കർത്താവെ അങ്ങേ വേദനിപ്പിച്ചുണ്ടെങ്കിൽ അത് ഞങ്ങളോട് വാസ്തവമായി ക്ഷമിക്കണമേ കർത്താവെ. യഹോവയെ വാഴ്ത്തുക, സർവാന്തരം അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരം ഒന്നും മറക്കരുത്. ദൈവമേ, ഞങ്ങളുടെ വചനം പറയുന്ന പോലെ ഈ നാളുകളിൽ കർത്താവെ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ വചനം പറഞ്ഞ 2-3 പേർ അങ്ങയുടെ നാമത്തിൽ നീ എവിടെ കൂടിയാലും അങ്ങയുടെ സാന്നിധ്യം അവിടെ ഉണ്ടല്ലോ കർത്താവെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മതത്തിലുള്ളതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ, ഹല്ലേലൂയ, ആരാധനയ്ക്ക് കർത്താവെ കടന്നു ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടെ ഹൃദയത്തിൽ കൊടുത്ത വാഞ്ചയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവമേ, വഴി യാത്ര അയക്കുന്നവരുണ്ട് കർത്താവെ, എത്ര പെട്ടെന്ന് ഇവിടെ കൂട്ടി വരുത്തണമേ കർത്താവെ. ശാരീരികമായ കർത്താവ് സുസ്ഥകൾ കാരണം കൊണ്ട് കർത്താവെ ഭവനത്തിലായിരിക്കുന്നവരുണ്ട്. എന്റെ ദൈവമേ കർത്താവെ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അങ്ങ് വിടുതൽ കൽപ്പിക്കുന്നതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വിവിധ സ്ഥലത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. ഞങ്ങളുടെ സാന്നിധ്യം, കൃപയും അവരുടെ മേൽ ഉണ്ടാകണമേ കർത്താവെ. എന്റെ ദൈവമേ, ഇന്നത്തെ ആരാധന കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ എന്റെ ദൈവമേ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവെ, ആരാധിക്കുവാൻ, പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവയുടെ വചനം കേൾക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ വർഷിപ്പ് ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലീഡ് ചെയ്യുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെല്ലാവരും ആത്മാവിൽ ഉറവരപ്പെട്ട കർത്താവെ അങ്ങ് സ്തുതിക്കുവാൻ, പാടുവാൻ എന്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, നല്ല സങ്കീർത്തനങ്ങൾ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. എന്റെ ദൈവമേ, നല്ല സാക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സെഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ പാടുന്ന പാട്ടുകൾ, പറയുന്ന വചനങ്ങൾ എന്റെ ദൈവമേ അവരുടെ ജീവിതത്തിലും അനേകരുടെ ജീവിതത്തിലും അതൊരു ബ്ലെസ്സിംഗ് ആയി മാറുവാൻ സഹായിക്കണമേ കർത്താവെ. എന്റെ ദൈവമേ, നല്ല വചനം ഞങ്ങൾക്ക് തരണമേ കർത്താവെ. അവരുടെ ശബ്ദം വാസ്തവമായി കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവെ ഞങ്ങൾ വെക്കുന്ന കർത്താവെ. എന്റെ ദൈവമേ, വന്ന പോലെയല്ല കർത്താവെ, ഞങ്ങൾ തിരിച്ചു മടങ്ങി പോകുമ്പോൾ ബലത്താൽ, ശക്തിയാൽ, എന്റെ ദൈവ അനുഭവത്താൽ, അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന നാൾ വാഴ്ത്തുന്ന കർത്താവെ. ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും തന്ന എല്ലാ നന്മകൾ യേശുവിന്റെ പുനരക്തത്താൽ മുദ്രയെഴുതുന്ന കർത്താവെ. ഈ ആലയം ചുറ്റും മുഴുവൻ ദൂതന്മാർ കാവലുണ്ടാണമേ. എല്ലാം അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. എല്ലാം യേശുവിന്റെ നാമത്തിൽ തന്നെ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. എക്കാലത്തും ധന്വത്തരേ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുണതാ വെങ്കത്തിൽ ആശ്വാസദായകന്മാർ. കഷ്ടതയിൽ നൽകുണതാ ആശ്വാസദായകന്മാർ. യേശുവെനിക്കെത്ര നല്ലവനാ. ക്ലേശമേശാനെന്നെ കാത്തവനാ. യേശുവെനിക്കെത്ര നല്ലവനാ. ക്ലേശമേശാനെന്നെ കാത്തവനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനാ. ഉള്ളം കാലം പ്രയാസം വന്നാൽ മുക്തനിക്കഭയ സ്ഥാനമൊന്ന്
ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതൻ മാറില്ല കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതൻ മാറില്ല കൈവിടില്ല. എക്കാലത്തും നന്മക്കരെ തൃക്കൈയായി താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർ കാവത്തൊഴിക്കുമവൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർ കാവത്തൊഴിക്കുമവൻ. ആ ദിവ്യ പാതയിൽ ആശ്രയിച്ചോരാനും ആലംബഹീനരായിത്തീർന്നതില്ല. ആ ദിവ്യ പാതയിൽ ആശ്രയിച്ചോരാനും ആലംബഹീനരായിത്തീരുകില്ല. എക്കാലത്തും ധന്മത്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാനുലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്ക് പ്രിയൻ, ചാരിടും ഞാനവരിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാനവരിൽ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാതൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും കാതൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്ക് പ്രിയൻ, ചാരിടും ഞാനവരിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ, നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുതിടും യാവൻ താൻ. കരത്തിൽ വൻസാഗര ജലമെല്ലാം അടക്കുന്ന കരുതിടും യാവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടി
ചാരിടും ഞാൻ ഉലകിൽ ഏറ്റവും ഉറപ്പുള്ള പാറമീടമാണ് എനിക്കെൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയതൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയതൻ വാഗ്ദത്തം ഓർമ്മിച്ചുണർത്തുമെന്നെ ഉള്ളം കാലത്തിൽ വരച്ചവനോർക്കദീശൻ എന്നോടെ ആശ്വാസകൻ ഉള്ളം കാലത്തിൽ വരച്ചവനോർക്കദീശൻ എന്നോടെ ആശ്വാസകൻ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ അവനിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ അവനിൽ എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എൻ്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എൻ്റെ അല്ലലഖിലവും നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നിടിലും നാഥൻ മാറ്റം ഭവിക്കാത്തവൻ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എന്റെ ബലമായ കർത്തനൻ ശരണമതാകയാൽ പാടിടും ഞാൻ ഉലകിൽ ഏറ്റവും ഉറപ്പുള്ള മറവിടമാണ് എനിക്കെൻ പ്രിയൻ ചാരിടും ഞാൻ അവനിൽ ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എന്റെ അല്ലലഖിലവും കീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ അവനിൽ യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത് യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം ഹല്ലേലൂയ 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന് യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ നാശകരമായ കുഴിയിൽ നിന്നും
ബലവും എന്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഓ എന്റെ കർത്താവേ എന്റെ യഹോവേ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളവർ. യേശു നല്ലവൻ അവൻ വല്ലവൻ അവൻ ദയയോ എന്നുമുള്ളത്. ഓ പെരുവെള്ളത്തിൽ ഈറച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഈറച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഓ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. ഓ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ യേശുവിന്. Psalms 104 nൂറ്റിനാലാം സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എന്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. അവൻ തന്റെ മാളികകളിൽ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ ഭൂമിയെ ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർത്തി ഇട്ടു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് നിന്റെ പ്രവൃത്തിയുള്ള ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അവിടെ പക്ഷികൾ കൂടുണ്ടാകുന്നു. പെരിഞ്ഞാറയ്ക്ക് സകല വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു. സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. തക്ക സമയത്ത് തീ കിട്ടേണ്ടത് ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് തിരികെ ചേരുന്നു.
യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. എന്റെ ആയുഷ്കാലത്തൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. അവസാനവാക്യം ചേർന്ന് വായിക്കാം. പാപികൾ ഭൂമിയിൽ നിന്ന് കുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. Is this better? It's it fruit and the Lord, then to trust, and then Praise Lord. Be patient then, brothers and sisters, until the Lord's coming. See how the farmer waits for the land to yield its valuable crop, patiently waiting for the autumn and spring rains. You too, be patient, stand firm, because the Lord's coming is near. James 5, verses 7 and 8. Praise Lord, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് ദൈവത്തിരിക്കുന്നത് എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളും എൻ്റെ വിചാരങ്ങൾ. ഇന്നത്തെ ഹല്ലേലൂയ വചനചിന്തയ്ക്കായി 1 രാജാക്കന്മാർ 17 സ്തോത്രം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 Kings chapter 17 verse 14. യഹോവ ഭൂമിയിൽ മഴ പെയ്യിക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, നരകിന്റെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേൽ ദൈവമായ യഹോവ അരുളിച്ചെയ്യുന്നു പറഞ്ഞു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, കർത്താവേ, നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവമേ, കേൾപ്പിച്ച കർത്താവേ, എന്റെ ദൈവമേ, വചനത്തിനായി വാഴ്ത്തുന്നു. എന്റെ ദൈവമേ, പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളോട് വാസ്തവമായി സംസാരിക്കണം. ഞങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഭാഗ്യം തരുന്ന നാൾ വാഴ്ത്തുന്നു. ജനത്തിനെ മേൽപ്പിക്കുന്നു, മടിനെ മേൽപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശബ്ദം മാത്രം കേട്ടത് പറയുവാൻ സഹായിക്കണമേ. സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, കുഞ്ഞുങ്ങളെ എല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ.
ആമേൻ. സ്തോത്രം. ഈ സ്റ്റോറി നമുക്ക് വളരെ വളരെ സിമ്പിൾ ആൻഡ് ഫെമിലർ ആയ ഒരു സ്റ്റോറിയാണ്. ഏലിയാവും സാറാഫാത്തിലെ വിധവയുടെയും ഒരു സ്റ്റോറി നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇന്ന് വായിച്ച വാക്യം ചില പാട്ടുകളിലും നമ്മൾ ഇത് വായിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം ഗ്രേസ് ചർച്ചിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഈ ഒരു വചനം എന്റെ ജീവിതത്തിൽ തന്നു. ഇതിന്റെ പുറകെ ചില ചിന്താഗതികൾ ദൈവാത്മാവിനോട് പറഞ്ഞു. അത് ദൈവജനത്തോട് ഷെയർ ചെയ്ത് ദൈവാത്മാവിന് എന്തെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അതുകൂടി ചെയ്ത് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. സാറാഫാത്തിന്റെ വിധവയുടെ സ്റ്റോറി നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്. ഒരു വിധവയുടെ അവസ്ഥ നമുക്ക് നല്ലവണ്ണം അറിയാം. ഇപ്പൊ എസ്പെഷ്യലി പഴയ നിയമത്തിൽ ഒരു വിധവയ്ക്ക് സൊസൈറ്റി വളരെ താഴ്ന്നു നോക്കുന്ന ഒരു എലിമെന്റ് ആയിരുന്നു വിധവ. അപ്പൊ വിധവയ്ക്ക് പ്രത്യേകമായ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുക്കാറില്ല. വിധവയ്ക്ക് പ്രത്യേക സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റസ് ഇല്ല. വിധവ വളരെ പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ, ഇന്നത്തെ കാലത്തിൽ BPL എന്ന് പറയുന്നു, ബിലോ പോവർട്ടി ലൈൻ. ബിലോ പോവർട്ടി ലൈനിലായിരുന്നു വിധവ ജീവിച്ചുകൊണ്ടിരുന്നത്. ആ വിധവയ്ക്ക് കുഞ്ഞുണ്ടോ കുഞ്ഞുങ്ങളുണ്ടോ ഇല്ലയോ ആരും സൊസൈറ്റി തീർക്കാറില്ല. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ആ വിധവയുടെ ഹസ്ബൻഡ് മരിച്ചാൽ അത് വിധവയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അല്ലെങ്കിൽ ആ സ്ത്രീ ശപിക്കപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരു യോഗ്യതയില്ല, അതുകൊണ്ട് കാരണം കൊണ്ടാണ് ഭർത്താവ് മരിച്ചുപോയത്, അതുപോലെ നോക്കുന്ന ഒരു സൊസൈറ്റിയിലാണ് ഈ വിധവ ജീവിച്ചില്ല. നമ്മൾ ആ വിധവയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ, ഏലിയാവ് അവിടെ ചെയ്ത കാര്യങ്ങൾ, ഏറ്റവും ഉപരിയായി കർത്താവ് അവിടെ ഒരുക്കിയ പ്രൊവിഷൻസ് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ഈ സ്റ്റോറി അനേക ദേവദാസന്മാർ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്. വളരെ ഡീപ്പായി വളരെ ഡീപ്പായി കൊണ്ടുപോയി വളരെ ആസ്പെക്ട്സ് ടച്ച് ചെയ്ത് സംസാരിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ അതിൽ അത്ര ആഴത്തിലോട്ട് ഞാൻ പോകുന്നില്ല. ദൈവാത്മാവിനോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവിടെ ഈ ഏലിയാവ് ഈ വിധവയെ കാണാൻ പോകുന്ന മുൻപേ ആദ്യം നമ്മൾ അതിന്റെ മേളിലുള്ള വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏലിയാവ് ഒരു മരുഭൂമിയിൽ ത്രൂ പോകുന്ന സമയത്ത് എസ്പെഷ്യലി കോൾഡ് ആസ് കെറിത്ത് റാവീൻ, അവിടെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ഒരു സ്റ്റോറി നമുക്കറിയാം. ബൈബിളിൽ വേറെ ഒരു സ്റ്റോറി ഇതുപോലത്തെ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പക്ഷെ ഏലിയാവിന്റെ ജീവിതത്തിൽ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ഒരു കർത്താവ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിൽ നിന്ന് ഇച്ചിരി ഒന്ന് മാറി ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഏലിയാവ് ചെയ്ത പ്രവൃത്തികൾ ബൈബിളിൽ വളരെ ഡിഫറെന്റ് ആയ ഒരു പ്രവൃത്തികളായിരുന്നു ഏലിയാവ് ചെയ്തത്. ഏലിയാവിന്റെ മേൽ ഇരുന്ന അനോയിന്റിങ് വളരെ ഡിഫറെന്റ് ആയിരുന്നു. ബാക്കി ദേവദാസന്മാർ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ തുടങ്ങുകയായിരുന്നെങ്കിൽ ഏലിയാവ് നമ്മളെ പോലെ തന്നെയായിരുന്നു. പൊറുപൊറുക്കുന്നതും ചില സമയത്ത് ദേഷ്യം വരുന്നതും ചില സമയത്തിൽ അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്ന ചില സ്വഭാവങ്ങൾ ഏലിയാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ കർത്താവ് വളരെ ശക്തമായി ഇടപെട്ട ഒരു സ്വന്തം കർത്താവിന്റെ ദാസനായിരുന്നു ഏലിയാവ്. ഏലിയാവ് ഒരു വഴി കൂടെ പോകുമ്പോൾ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു ടൗണിൽ പോകുമ്പോഴാണ് വിധവയെ ദൈവം തയ്യാറാക്കിയത്. ഇതിന്റെ തൊട്ട് മുൻപേ, കാക്കയെ പോഷിപ്പിക്കുന്ന തൊട്ട് മുൻപേ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവായ ദാസൻ ഏലിയാവ് പറയുന്നു, as the Lord the God of Israel lives, there will be neither dew or rain in the next few years except my word. ഇതുപോലത്തെ ഒരു പവർഫുൾ ഡിക്ലറേഷൻ ഡിക്ലെയർ ചെയ്തിട്ടാണ് കർത്താവായ ദൈവം ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചത്. സ്വതം എത്ര പവർഫുൾ ദൂതാണ് ഹല്ലേലൂയ ആ ഏലിയാവിനെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചത്. ഞാൻ പറയട്ടെ, നമ്മളുടെ സ്റ്റോറി ഇത് ഞാൻ ബുക്കിൽ എഴുതിയിട്ടില്ല. ദൈവാത്മാവിനോട് ഇപ്പൊ പറയുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാവരും പ്രാർത്ഥനയോടെ, ആത്മാർത്ഥയോടെ, സബ്മിഷനോടെ ജീവിച്ചാൽ ഒരു ഏലിയാവ് പോലെ കർത്താവിന് നമ്മൾ ഉപയോഗിക്കാൻ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഞാൻ പറയാതെ, എക്സെപ്റ്റ് മൈ വേർഡ്, ഞാൻ പറയാതെ ഈ ദേശത്തിൽ മഞ്ഞും മഴയും വീഴത്തില്ല. ആ അതോറിറ്റി ഒന്ന് ഓർത്തെ ഏലിയാവിന്റെ മേലിരിക്കുന്ന. ഏലിയാവ് പറയുന്നു, എന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ
പവർ എന്താണെന്ന്. ഏലിയാവ് അറിയാം എന്നെ ഭരിക്കുന്ന ദൈവത്തിന്റെ പവർ എന്താണെന്ന്. ഏലിയാവിന് അറിയാം ഞാൻ അത് കൽപ്പിച്ചാൽ, യേശുവിൻ നാമത്തിൽ ഞാൻ അത് കൽപ്പിച്ചാൽ അത് അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഏലിയാവിന് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് യേശുവിൻ നാമത്തിൽ അതിനെ നിങ്ങൾ ശാസിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രതികൂലത്തിന്റെ മഴ എന്റെ കുടുംബത്തിന്റെ മേൽ പെയ്യത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഭാരത്തിന്റെ മഴ എന്റെ കുടുംബത്തിന്റെ മേൽ പെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ദുഃഖത്തിന്റെ മഴ എന്റെ മേൽ വീഴത്തില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അതുപോലെ തന്നെ സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലുള്ള അധികാരം, നിങ്ങളുടെ ജീവിതത്തിന്, നിങ്ങളുടെ മൈൻഡ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റിന്റെ മേലുള്ള അധികാരം അത് യേശുവിന് മാത്രമാണ്. സ്തോത്രം. അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ ദൈവസഭയിൽ ഇരിക്കാൻ. ഹല്ലേലൂയ. അത് അറിഞ്ഞിട്ട് വേണം ഈ സമയം നിങ്ങൾ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. ഏലിയാവിനോട് ആമേൻ, സ്തോത്രം, മരുഭൂമി പോയി കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച് കഴിഞ്ഞ് കർത്താവ് ഉടനെ പറഞ്ഞു, സ്തോത്രം, നീ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സിദോനിൽ ആമേൻ, ഹല്ലേലൂയ, സറാഫത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ നീ പോകുവിൻ, നിനക്ക് വേണ്ടി ഞാൻ അവിടെ ഒരു വിധവയെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം, ആമേൻ. ഞാൻ പറയട്ടെ, ഏലിയാവ് ആ വിധവയുടെ ഭവനത്തിൽ താമസിച്ചത് എത്ര വർഷമാണെന്ന് അറിയാവൂ? 2 വർഷം ആ ഭവനത്തിൽ താമസിച്ചു. ആമേൻ. അപ്പോഴാണ് പറഞ്ഞത്, ആമേൻ, സ്തോത്രം, the jar of flour and the jug of oil will never dry up. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. 2 വർഷം അവരുടെ ഭവനത്തിൽ താമസിച്ചു. അതിനു മുൻപേ വിധവയുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ആമീൻ. ബിലോ പോവർട്ടി ലൈനിലാണ്. റേഷൻ കാർഡ് ഇല്ല, കിട്ടിയാൽ കിട്ടി, ആരും അന്വേഷിക്കാനില്ല, ഒരു നല്ല ആമീൻ, സ്തോത്രം, ആരോഗ്യമുള്ള കുഞ്ഞുമുണ്ട്. ഇങ്ങനെ ഇരിക്കുന്ന വിധവയുടെ ഭവനത്തിലാണ് കർത്താവ് അയച്ചത്. ഞാൻ പറയട്ടെ, ഒരു ദേശത്തിൽ ആമീൻ, സ്തോത്രം, പണക്കാരുണ്ട്. ആമീൻ. ഒരു ദേശത്തിൽ ആമീൻ വളരെ ആമീൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ചില കുടുംബങ്ങളുമുണ്ട്. കർത്താവിന് വേണമെങ്കിൽ, കർത്താവിന്റെ അഭിഷക്തനെ ആ ദേശത്ത് നല്ല പവർഫുൾ ആയ ആളുടെ വീട്ടിൽ വേണേ ഏലിയാവിനെ അയക്കാമായിരുന്നു. പക്ഷെ കർത്താവ് അത് ചെയ്തില്ല. കർത്താവ് പറഞ്ഞു, ഒന്നുമില്ലാത്ത ഒരു വിധവയുടെ വീട്ടിലായിരിക്കും നിന്നെ ഞാൻ അയക്കുന്നത്, അതുകൊണ്ട് നീ അങ്ങോട്ട് പോ. ആമേൻ, സ്തോത്രം. അങ്ങനെ വിധവയുടെ വീട്ടിലോട്ട് പോയി. വിധവയുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞിട്ട് ആമേൻ കണ്ടത്, ആമേൻ, വളരെ ദാരിദ്ര്യത്തിൽ താമസിക്കുന്ന, അവൻ വളരെ കഷ്ടതയിൽ ആമേൻ ജീവിക്കുന്ന ഒരു വിധവയും ഒരു കുഞ്ഞും. സ്തോത്രം, ഹല്ലേലൂയ. എന്തിനാണ് കർത്താവ് ആമേൻ ആ വിധവയുടെ ഭവനത്തിൽ ആമേൻ ഏലിയാവിനെ അയച്ചത്? ആദ്യം ചില ദൈവപ്രവർത്തികൾ ആ ഭവനത്തിൽ വെളിപ്പെടാനുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ വിധവ ദൈവത്തെ അറിയണം. സ്തോത്രം, ഹല്ലേലൂയ. ആ ദേശം, ഹല്ലേലൂയ, ദൈവത്തെ അറിയണം. ചില വൻ പ്രവർത്തികൾ ആമേൻ ദൈവത്തിന് ചെയ്യാനുണ്ട്. ദൈവം എന്തിനാണ് വിധവയെ ചൂസ് ചെയ്തത്? നമുക്ക് ആർക്കും ഒന്നും കറക്റ്റ് ആയ ആൻസർ പറയാൻ പറ്റത്തില്ല. കാരണം അത് ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം ചിലവരെ ചൂസ് ചെയ്യും. ചോദ്യം ചെയ്യാൻ നമുക്ക് അനുവാദമില്ല, ചോദ്യം ചെയ്യാൻ നമുക്ക് അധികാരമില്ല. ഹല്ലേലൂയ. ദൈവം സെലക്ട് ചെയ്തു. ദൈവം ഏലിയാവിനെ അയച്ചു. ഏലിയാവ് ആമേൻ, സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, ആ വിധവയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോൾ വിധവയുടെ അവസ്ഥയാണ് ആമേൻ ആ വിധവ അവിടെ പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. ആ അവസ്ഥയിലോട്ട് ഞാൻ പോകാൻ പോകുന്ന മുൻപേ ആ വിധവയുടെ പറ്റി ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 9ാമത്തെ വാക്യം നമ്മളൊന്ന് വായിക്കുമ്പോൾ, ഞാൻ അത് വായിച്ചോളാം. അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, I have directed a widow there to supply you with food. ഒരു വിധവയോട് ഞാൻ ഓൾറെഡി കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടി ആഹാരം ഒരുക്കി വെക്കുവാൻ. അപ്പൊ ദൈവം ആ വിധവ തയ്യാറാക്കി വെച്ചു. വിധവ ഇത് അറിയുന്നില്ല. വിധവയോട് ദൈവാത്മാവൊന്നും സംസാരിച്ചില്ല. പക്ഷെ വിധവയോട് ആമേൻ ദൈവം കൽപ്പിച്ചതെന്ന് ഏലിയാവിനോട് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചില പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഫുൾഫിൽ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം ഓൾറെഡി ചില പദ്ധതികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ഉടനെ നിങ്ങളുടെ ജീവിതത്തിൽ വാതിൽ തുറക്കുന്ന കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ മുമ്പ് 10,000 വീടുകൾ അല്ലെങ്കിൽ 10,000 വാതിലുകൾ തുറന്നിരിക്കണമെന്ന് കാണാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഓൾറെഡി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ആ വാതിലുകൾ ആമേൻ തക്ക സമയത്തിൽ ആമേൻ ചില പ്രാർത്ഥന കഴിയുമ്പോൾ തുറക്കണമെന്ന്. സ്തോത്രം.
വിധവയുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരണമെങ്കിൽ, വിധവയുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം ചില വഴികൾ തുറക്കണമെങ്കിൽ ഏലിയാവ് അവിടെ എത്തണം. ആമേൻ സ്തോത്രം. ഏലിയാവ് അവിടെ വന്ന് എത്തി ആധികാരികമായ ആമേൻ വിധവയോട് സംസാരിക്കണം ദൈവവചനത്തിന്. ആ സമയത്തിനു വേണ്ടി ദൈവസഭ വെയിറ്റ് ചെയ്യണം. ആ സമയത്തിന് വേണ്ടി ദൈവജനങ്ങൾ വെയിറ്റ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ. ഞാൻ ഈ ദൈവസഭയോട് ചോദിക്കട്ടെ, ഈ ലോകത്തിൽ താമസിക്കുമ്പോൾ ചില ഭൗതിക നന്മകൾ വേണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ആരും കൈപൊക്കുന്നില്ല. ആമേൻ സ്തോത്രം. ആവശ്യമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രജിസ്ട്രേഷൻ ആവശ്യമുള്ളവർ എത്ര പേര് ഇവിടെ ഉണ്ട്? ചില പേര് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഭവനം എനിക്ക് വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ ജീവിതത്തിൽ നല്ലൊരു കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? സ്റ്റഡീസിൽ കോളേജിലായിരിക്കുമ്പോൾ നല്ല ഗ്രേഡോടെ ഞാൻ പാസ്സാകണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അപ്പോൾ ഭൗതികമായ ചില നന്മകൾ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഞാൻ ഒരു വ്യത്യാസം പറയട്ടെ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയിൽ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞു ഈ ദൈവസഭയിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ച് ചെയ്യത്തില്ലെന്ന്. പക്ഷെ ഇന്ന് നിങ്ങൾ ചിന്തിക്കും, ഇതാണോ നിങ്ങൾ പ്രസംഗിക്കുന്നത്? നോ. ഇന്ന് എന്നോട് ദൈവാത്മാവ് പറഞ്ഞ ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്നവരെ ആമേൻ സ്തോത്രം ചില ആവശ്യങ്ങൾ ദൈവം നിറവേറാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഒരു ദൂത് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ചില ദൂതുകൾ തരുന്നത് ആമേൻ സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാഴ്ചപ്പാടിൽ ഇരിക്കല്ല. ഭൗതിക നന്മ മാത്രമാണ് ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത്. ഇന്നത്തെ ഞായറാഴ്ച ഇവിടെ വന്നിരിക്കുന്നവർക്ക് ചില ഭൗതികമായ നന്മകളുടെ ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാം? ദൈവരാജ്യം, ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി. എത്ര പേര് ഡിഫറൻസ് മനസ്സിലാക്കുന്നു? ഹല്ലേലൂയ. ഡിഫറൻസ് വിധവയുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. എന്തിനാണെന്നറിയാവോ? ഹല്ലേലൂയ. അവൾ മരിക്കാൻ തയ്യാറായിരിക്കുന്നവളാ. ഹല്ലേലൂയ. നമുക്കത് അവസാനമായി ഇത് പഠിക്കാം. പക്ഷെ ആദ്യം നമ്മൾ സ്റ്റെപ്പോടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ആദ്യം ദൈവം ആ വിധവയെ തയ്യാറാക്കി. ഹല്ലേലൂയ. വിധവയോട് കൽപ്പിച്ചു. വിധവ ശബ്ദം കേട്ടിട്ടില്ല. പക്ഷെ ഓൾറെഡി ദൈവം ഏലിയാവോട് പറഞ്ഞു, ഞാൻ ആ വിധവയോട് കൽപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ആ വിധവയുടെ സ്വഭാവം ദൈവത്തിന് അറിയാം. 15ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവൾ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും അവനും അവളുടെ വീട്ടുകാരും 7 നാൾ അപ്പുറത്ത് കഴിച്ചു. ഹല്ലേലൂയ. അനുസരണമുള്ള ഒരു വിധവയായിരുന്നത്. ഏലിയാവിനെ ആദ്യം ആ വിധവ കണ്ടിട്ടില്ല. ഏലിയാവ് വിധവയെ കണ്ടിട്ടില്ല. വിധവ ഏലിയാവിനെ കണ്ടിട്ടില്ല. സ്വതം ഞാൻ ഇനി വിധവ പറഞ്ഞ ഞാൻ വിടോ പറയാം. കാരണം എനിക്ക് അതാണ് കുറച്ചുകൂടി എളുപ്പം. ആ വിടോ ഏലിയാവിനെ കണ്ടിട്ടില്ല. ഏലിയാവ് വിടോനെ കണ്ടിട്ടില്ല. പക്ഷെ ആ വിടോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷൻ ഭവനത്തിൽ വന്നു ഒരു പറഞ്ഞപ്പോൾ തന്നെ അനുസരിക്കുന്ന ഒരു വിധവയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഏലിയാവ് എവിടെ പോയാലും ആമേൻ സ്തോത്രം, ഏലിയാവ് എവിടെ നിന്നാലും അദ്ദേഹത്തിന്റെ മേളിൽ വ്യാപരിക്കുന്ന ആ ദൈവത്തിന്റെ അഭിഷേകം ചിലവരത് മനസ്സിലാക്കും. എടുത്ത് എടുത്ത് ഘോഷിക്കേണ്ടിയോ എടുത്ത് ആമേൻ സ്തോത്രം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ദേവദാസന്മാരുണ്ട്, എനിക്ക് ഈ വരമുണ്ട്, എനിക്ക് അതുണ്ട്, ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും. പക്ഷെ ചില ദേവദാസന്മാരുണ്ട്, മിണ്ടത്തില്ല. പക്ഷെ പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകം അവിടെ നിറയാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്നോട് രശ്മി പണ്ട് ആമേൻ സ്തോത്രം ഒരു സാക്ഷ്യം പറയാൻ ദേവദാസന്റെ പറ്റി. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല. പക്ഷെ എന്നോട് അവള് പറഞ്ഞു, അച്ഛാ, ആ ദേവദാസൻ സ്റ്റേജിൽ കയറുമ്പോൾ തന്നെ ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങും അവിടെ. ഹല്ലേലൂയ. ആമേൻ. ആ ദേവദാസൻ ഒരിക്കലും പറയാനില്ല എനിക്ക് ഈ ഒരു വരമുണ്ട്. പക്ഷെ ആ ദേവദാസൻ സ്റ്റേജിൽ കാല് വെക്കുമ്പോൾ പ്രസംഗിക്കാൻ തുടങ്ങുന്ന മുൻപ് തന്നെ അവൻ ഭൂതങ്ങൾ അലറി ഇറങ്ങാൻ തുടങ്ങും. സ്തോത്രം. അതാണ് ചിലവരുടെ മേലുള്ള അഭിഷേകത്തിന്റെ പവർ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലെ ചില അഭിഷേകമുണ്ട്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ചില അഭിഷേകമല്ല, കർത്താവ് നിറച്ച് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. അഭിഷേകത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ആവശ്യമുള്ള പ്രൊവിഷൻസ് ദൈവം നിങ്ങൾക്ക് ധാരാളമായി തരും. അതാണ് ഈ സൺഡേയിൽ നടക്കാൻ പോകുന്ന ചില പ്രൊവിഷനുകൾ ദൈവം തുറക്കാൻ പോവുക. സ്തോത്രം. അപ്പൊ അനുസരിക്കുന്ന ഒരു വിടോയാണ് കണ്ടത്. അപ്പൊ അനുസരണമുള്ള ദൈവജനമായി നിൽക്കണം. അവൻ ദൈവത്തിന്റെ പ്രൊവിഷൻ ലഭിക്കുന്ന
വരെയല്ല. ആമേൻ. ദൈവത്തിന്റെ പ്രൊവിഷൻ കിട്ടിയാലും അനുസരണയോടെ ഹംബിളോടെ ജീവിക്കുന്ന ഹല്ലേലൂയ ആമേൻ ചിലവരെയാണ് കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറാകാൻ പോകുക? എന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഇന്ന് വരാൻ പോവുക. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ചില നന്മകൾ ദൈവം ഇട്ടാലും ആമേൻ ഞാൻ എങ്ങനായിരുന്നു അതുപോലെ തന്നെ ഞാൻ നിൽക്കും. ആത്മീകമായി ഉറങ്ങിയ പോലെയല്ല ഞാൻ പണ്ട്. ആമേൻ. സ്തോത്രം. ഹംബിളോടെ ജീവിക്കുകയാണെങ്കിൽ ഇനിയും ഞാൻ ഹംബിളോടെ ജീവിക്കും. സ്തോത്രം. ആ തീരുമാനത്തിൽ ഇരിക്കുന്നവർക്കായിരിക്കും ആമേൻ സ്തോത്രം ദൈവാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. എന്നോട് ദൈവാത്മാവ് ഇപ്പൊ തന്നെ ശക്തമായി ഇടപെടാൻ തുടങ്ങിയ ചിലവരോട് ഞാൻ സംസാരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. എത്ര പേര് തയ്യാറായി നിൽക്കാൻ പോകുവാണ് ദൈവത്തിന് ആ ഒരു പ്രൊവിഷൻ കിട്ടാൻ? ആമേൻ. ദൈവത്തിന്റെ വചനം പറഞ്ഞു ആദ്യം അവന്റെ രാജ്യം നീതിയും അന്വേഷിപ്പീന്, ബാക്കി എല്ലാം സകലവുമെല്ലാം നിങ്ങളെ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആഡ് ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തെ സീക്കാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ചിലത് ആമേൻ ഹല്ലേലൂയ ദൈവം ഇന്ന് ആഡ് ചെയ്യാൻ പോവാ നിങ്ങളുടെ ജീവിതത്തിൽ. ഈ സഭയിൽ ഇതുപോലത്തെ ഒരു പ്രസംഗം ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം ചിലവരെ സഹായിക്കാൻ, ചിലവരെ നിലനിർത്താൻ, ചിലവർക്ക് ഒരു അനുഗ്രഹമായി നിൽക്കാൻ ചിലവരെ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നെന്ന് ദൈവാത്മാവിനോട് ഇടപെടുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു ഹല്ലേലൂയ അനുഗ്രഹമാണ്. സ്വർഗത്തിൽ നിന്ന് ഭണ്ഡാരത്തിൽ നിന്ന് തുറക്കുന്ന ഹല്ലേലൂയ ചില അനുഗ്രഹങ്ങളാണ് നിങ്ങളുടെ മേൽ ഇന്ന് വരാൻ പോകുന്നത്. സ്തോത്രം. അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. നിങ്ങൾ ഇത് അനുഭവിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ നന്മകൾ നിങ്ങൾ അനുഭവിക്കും. എന്നോട് ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. പക്ഷെ പറയുന്നു ഇതുകൂടി ആമേൻ താഴ്മയോടെ ജീവിക്കണം. ഹല്ലേലൂയ. താഴ്മയോടെ ജീവിക്കണം. ഇതിൽ ഒരു അംശത്തിന്റെ അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും ഇതിൽ കാണരുത്. അഹങ്കാരത്തിന്റെ ഒരു അംശം പോലും വന്നാൽ ദൈവാത്മാവിനോട് പറയുന്നു തന്നത് ഞാൻ തിരിച്ചെടുക്കും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അനുസരിക്കുന്ന വിട പോലെ അനുസരിക്കുന്ന ഒരു ദൈവജനമായ ഈ ദൈവസഭ ഇരിക്കണം. സ്തോത്രം. ഈ വിടവയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അവിടെ വിഡോ ഏലിയാവിനോട് സത്യസന്ധമായ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ആകപ്പാടെ 2 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് മാത്രമേ ആ ഭവനത്തിലുള്ളൂ. അവിടാണ് ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് പറയുന്നത് എനിക്ക് വേണ്ടി ഒരു ബ്രെഡ് ഉണ്ടാക്കും. മേക്ക് മീ എ സ്മോൾ ലോഫ് ഓഫ് ബ്രെഡ്. അതിന്റെ 13ാമത്തെ വാക്യത്തിൽ പറയുന്നു ആമേൻ ചില ബ്രെഡ് എനിക്ക് ഉണ്ടാക്കാൻ. അറിയാൻ വയ്യാത്ത ഒരാൾ വന്ന് ചോദിക്കുന്നു എനിക്ക് ബ്രെഡ് തരാൻ. ആ വിധവയ്ക്ക് വേണ്ടി പറയായിരുന്നു സോറി എന്റെ വീട്ടിൽ ഒന്നുമില്ല, ഒന്ന് ഇറങ്ങി പോയെന്ന് പറയാൻ പറ്റും. സ്വന്തം വീടാണ്, ആരും ചോദിക്കാൻ വരുന്നില്ല. പക്ഷെ വിധവ ഉള്ള കാര്യം പറഞ്ഞു. അവിടെ ഉള്ള കാര്യം പറഞ്ഞു. എന്റെ കയ്യിൽ ആകെപ്പാട് ഇത്രയേ ആവുള്ളൂ, ഇത്രയേ ഉള്ളൂ. എന്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി ഇത് കഴിച്ച് ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയാൻ വേണ്ടിയാണ്. വളരെ ഓണസ്റ്റായി ആ വിധവ അവിടെ പെരുമാറി. സ്തോത്രം. ഞാൻ പറയട്ടെ, ഇതുപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഏലിയാവ് കണ്ടില്ല, പക്ഷെ ദൈവം കണ്ടു. ആ ദേശത്തിൽ അനേക വിധവമാരുണ്ടായിരുന്നു. അനേക വിഡോസ് ഉണ്ടായിരുന്നു. ആ വചനം നിങ്ങളൊന്ന് വായിപ്പിക്കാം. ലൂക്കോസ് 4:25 തൊട്ട് 26ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 4:25 to 26. ഹല്ലേലൂയ. അപ്പൊ ദേശത്തിൽ വീടോടെ കുറവില്ലായിരുന്നു. ആ ദേശത്തിൽ അനേകർ ഉണ്ടായിരുന്നു. ആ ദേശത്തിൽ അനേക ആവശ്യമുള്ളവർ ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം പറഞ്ഞു അവർ ആരുടെ അടുക്കലേയും അയക്കാതെ
ഈ വിധവയുടെ അടുത്ത് ആമേൻ ദൈവം ഏലിയാവിനെ അയച്ചു. ഏലിയാവ് മനസ്സ് തോന്നിയോണ്ട് പോയതെന്നല്ല, ഏലിയാവിന് അവൻ ആ അവസ്ഥയിൽ കഷ്ടത തോന്നിയോണ്ടല്ല. ഏലിയാവിനോട് ദൈവം ഡയറക്റ്റ് ആയി പറഞ്ഞു, സ്തോത്രം, സാറാഫത്തിൽ ആമേൻ ഈ ഒരു ഏലിയാവിന്റെ ഭവനത്തിൽ വേണം നീ പോകുവാൻ. ഈ ദേശത്തിൽ ജനങ്ങളുടെ കുറവില്ല. ഈ ദേശത്തിൽ പ്രാർത്ഥിക്കാൻ ആമേൻ ജനങ്ങളുടെ കുറവുണ്ടായിട്ടല്ല. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഈ സഭയിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു അറിയാം. ദൈവത്തിന്റെ ക്ലിയർ ആയിട്ട് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതനെ സംശയിക്കാത്തവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇവിടെ പുറപ്പെടുന്ന ഓരോരോ വാക്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആണെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ദൈവം വളരെ ക്ലിയർ ആണ്. ഇന്നത്തെ ഞായറാഴ്ചയിൽ ദൈവം വ്യക്തമായി നിങ്ങളോട് ഇടപെടുന്നത് എന്തിനാണെന്നറിയാവോ? ഇവിടെ സഭകളുടെ കുറവുണ്ടായിട്ടല്ല, ഇവിടെ ജനങ്ങളുടെ കുറവുണ്ടായിട്ടല്ല, ഇവിടെ ആത്മാക്കളുടെ കുറവുണ്ടായിട്ടല്ല. പക്ഷെങ്കിൽ എനിക്ക് ചിലവരെ ഇവിടെ ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ. എന്നെ അനുസരിക്കുന്നവർ ചിലവരോടുണ്ട്. ഹല്ലേലൂയ. സത്യസന്ധമായി അവൻ ആഗ്രഹിക്കുന്നവർ, അവൻ സത്യസന്ധമായി അവൻ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ ചിലവർ ഇവിടെ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. നിങ്ങൾക്ക് പരസ്പരന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിനറിയാമത്. സ്തോത്രം. അതുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന ചില അവൻ റെസ്പോൺസിബിലിറ്റി, സ്വർഗത്തിൽ ഇരിക്കുന്ന ചില അവൻ ട്രഷേഴ്സ് അവൻ ദൈവം നിങ്ങളോട് ഇന്ന് കൈമാറാൻ പോകുന്നു, നിങ്ങൾക്ക് ദൈവം തരാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, സത്യസന്ധമായി ജീവിക്കണം. ഹല്ലേലൂയ. ഓണസ്റ്റായി ജീവിക്കണം. ഇതെല്ലാം കിട്ടി വീണവർ ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം കിട്ടി മറന്ന് ജീവിക്കുന്നവർ ഒത്തിരി ഉണ്ട്. ഞാൻ പറയട്ടെ, മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിധവയോട് ദൈവത്തിന് കരുണ തോന്നി. ഹല്ലേലൂയ. ആ വിധവയ്ക്ക് വേണേ എങ്ങനെ ജീവിക്കാം. അവളുടെ അവസ്ഥ നിങ്ങളുടെ മുൻപേ ഞാനൊന്ന് വെക്കട്ടെ. ആമേൻ. ഭർത്താവില്ല, സഹോദരന്മാരില്ല, സഹായിക്കാൻ ആരുമില്ല. വേണേ തോന്നിവാസമായി ജീവിക്കാമായിരുന്നു. വേറെ അന്യ പുരുഷന്മാരുടെ കൂടെ പോയി അവർക്ക് എങ്ങനെ വേണേ ജീവിക്കാമായിരുന്നു. പക്ഷെ അവൾ അത് ചെയ്തില്ല. ആമേൻ. സ്തോത്രം. എന്റെ ഭാവനയിൽ ഞാൻ പറയട്ടെ, അവളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന പോലെ ആത്മാർത്ഥമായി സത്യസന്ധമായി അവൾ ജീവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ദൈവത്തെ അറിയുന്നില്ല, അവൾ ദൈവത്തെ അറിഞ്ഞോ ഇല്ലയോ എന്ന് ബൈബിളിൽ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, അവൾ ഒരു സമയത്ത് കണ്ണുനീർ ഒരുക്കി കാണും. മരിക്കാൻ പോകുക നാളെ ഞാൻ, അല്ലെങ്കിൽ ഈ ഭവനം ഈ ആഹാരം കഴിച്ച് അടുത്ത നിമിഷത്തിൽ എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ പോവാന്ന് അവൾ നിലവിളിച്ചപ്പോൾ ആ നിലവിളി ഒരാളുടെ പാതയിലെത്തി. എന്നോട് പറയുന്നു, ഈ സഭയുടെ ആവശ്യങ്ങളിൽ ഞാൻ നിറവേറാൻ പോകുന്നു. അവൻ സ്തോത്രം. ഈ സഭയുടെ അവൻ ചില ആഗ്രഹങ്ങൾ എന്റെ ഹിതപ്രകാരം ആയുണ്ട്. അതിൽ പുറകെ ഞാൻ എന്റെ പ്രവൃത്തികൾ വെളിപ്പെടുത്താൻ പോകുന്ന ദൈവത്തോട് ശക്തമായി ഇടപെടുന്നു. ദൈവസഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് അല്പസമയം ആ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. ജനങ്ങൾ എണ്ണങ്ങളിൽ കുറവാണ്, പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ ഇവിടെ ഉണ്ട്. കരത്തിലെ മാവ് കുറയില്ല. എണ്ണ കുറയത്തില്ല. അവൻ ആധികാരികമായ ദൈവസഭ പ്രഖ്യാപിക്കുക. എന്റെ ഭവനത്തിൽ മാവ് കുറവല്ലെങ്കിലും, അവൻ എന്റെ ഭവനത്തിൽ എണ്ണ കുറവല്ലെങ്കിലും, പക്ഷെ നിന്റെ കരം കൊണ്ട് ചിലവരുടെ ഭവനത്തിന്റെ മാവ് കുറയില്ല, ചിലവരുടെ വീട്ടിലുള്ള എണ്ണ കുറയത്തില്ലെന്ന് ദൈവത്തെ വേടപ്പെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഹായിക്കാൻ ആ നിലവാരത്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരും. ദൈവത്തെ ശക്തമായി ഇടപെടുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലവരെ സഹായിക്കാൻ, എന്റെ ദാസന്മാരെ സഹായിക്കാൻ, എന്റെ വേലയെ സപ്പോർട്ട് ചെയ്യാൻ ചിലവരെ ഞാൻ നിലനിർത്താൻ പോകുന്നു. ചിലരെ ഗമനത്തെ ഞാൻ സ്ഥിരമാക്കുന്ന എന്നോട് ദൈവത്തെ പറയുന്നു. നിങ്ങളുടെ ഗമനത്തെ ഞാൻ സ്ഥിരമാക്കുന്ന എന്നോട് ദൈവത്തെ പറയുന്നു. സജിത്തിന് ഇതുപോലത്തെ മലയാളം പറയാൻ അറിയില്ല, സജിത്തിന് ഇതുപോലത്തെ പ്രസംഗം അവന്റെ മനസ്സുകൊണ്ട് പ്രസംഗിക്കാൻ അറിയത്തില്ല. ദൈവമാണ് ശക്തമായി ഇടപെടുന്നു. നിന്റെ ഗമനത്തെ ഞാൻ
ദേശത്തിൽ മഴ വീണില്ലെങ്കിലും ആ ദേശത്തിൽ മഞ്ഞ് വീണെങ്കിലും പാന പോലെ നിന്നെ ഞാൻ നിർത്തും, പാന പോലെ നിന്നെ ഞാൻ നിർത്തും. ഓ എന്തുമില്ല ദൂത് പുറപ്പെടുന്ന ഞാൻ എഴുതിയ വിഷയമല്ല ഇത്, എന്റെ പുസ്തകത്തിൽ എഴുതിയ വിഷയമല്ല ഇത്. എന്നോട് ദൈവം ശക്തമായിട്ട് വരുന്നു. പാന പോലെ നിന്നെ ഞാൻ നിർത്തും, പാന പോലെ നിന്നെ ഞാൻ നിർത്തും. ഒരു റിവറിന്റെ അടുത്ത് ഒരു മരത്തെ ഞാൻ നട്ടുവെച്ച പോലെ ദൈവസഭയെ ദൂത ഏറ്റെടുക്കാൻ, ദൈവസഭയെ അശ്രദ്ധ മാറട്ടെ, അശ്രദ്ധ മാറട്ടെ, ഏറ്റെടുക്കാൻ ഒരു റിവറിന്റെ അടുത്ത് ഒരു നട്ട മരത്തെ പോലെ നിന്നെ ഞാൻ നിർത്തുമെന്ന് ദൈവാത്മാ ശക്തമായിരുന്നു. ഇടപെടുന്നു, ഇടപെടുന്നു, ഇടപെടുന്നു. ആ 12ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നു. അവൾ മരിക്കാൻ പോവുക. അപ്പൊ ആവശ്യമാണ് ഒരു ഡെലിവറൻസ്, ഒരു വളരെ ഡെലിവറൻസിന്റെ. എന്തിനാണ് ഒരാൾ മരിക്കുന്നത്? ഇനി മുൻപോട്ടുള്ള ഒരു വകയില്ല, കഴിഞ്ഞു. അപ്പൊ ആ മരിക്കുന്ന ആളോട് ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഇത്ര രൂപയുടെ കടം കാരണമുണ്ട്. കൃഷിക്കാരൻ നമ്മുടെ മഹാരാഷ്ട്രയിൽ ഒത്തിരി പേര് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? മഴയില്ലാതെ, മഞ്ഞ് വീഴാതെ, കൃഷി കിട്ടാതെ, ബാങ്ക് ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത പോലെ വീടും പറമ്പും എല്ലാം വിറ്റ് അവസാന ഘട്ടത്തിൽ നിൽക്കുക. അവർ മരിക്കാൻ തയ്യാറായിരിക്കുമ്പോൾ ഇൻ കേസ് അവരുടെ ഗവൺമെന്റ് പറയുക, നിങ്ങളുടെ ലോൺ ഞങ്ങൾ വേവ് ചെയ്തു, നിങ്ങൾ ഇനി നിങ്ങളുടെ ലോൺ അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ ചുമ്മാ ടൈം പാസിന് ഏതെങ്കിലും കൃഷിക്കാരൻ പോയി മരിക്കൂ? ഇല്ല. എന്തിനാ മരിക്കുന്നത്? കഴിഞ്ഞു. അതിനുള്ളിൽ ഒരു ഹോപ്പ് അവർക്ക് കിട്ടിയാൽ, അതിനുള്ളിൽ ഒരു ഹോപ്പ് അവർക്ക് കിട്ടിയാൽ അവർ മരിക്കില്ല. മരിക്കാൻ ആർക്കും ഇഷ്ടമല്ല. ഒരു ടൈം പാസ്, ഒരു ഹോബി. അവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വാട്ട് ഈസ് യുവർ ഹോബി? ഡൈയിങ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറയത്തില്ല. ഇറ്റ് ഇസ് നോട്ട് എ ഹോബി, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഡെസ്പറേഷൻ. അപ്പൊ ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരു ഡെലിവറൻസ് വളരെ ആവശ്യമാണ്. ഹല്ലേലൂയ. വളരെ ആവശ്യമായിരിക്കുന്ന ആ ഘട്ടത്തിലാണ് ഹല്ലേലൂയ ദൈവം ഏലിയാവിനോട് വിട്ടത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ പ്രത്യാശയില്ല, നിങ്ങൾക്കൊരു ഡെലിവറൻസ് വേണോ? ഹല്ലേലൂയ. അത് വായിക്കോട്ടെ വിട്ട് മനസ്സ് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഇരിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന്. ഹല്ലേലൂയ. ആർക്കൊക്കെ താല്പര്യമുണ്ട് ഒരു ഡെലിവറൻസ് ഇരിക്കുന്നത്? ഹല്ലേലൂയ. നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ $20,000, $50,000, $60,000 ഉണ്ടെങ്കിൽ എനിക്കിത് ആവശ്യമില്ല. ഇതല്ല അവിടുള്ളത് ഞാൻ ചോദിക്കുന്നത്. എത്ര പണം എന്റെ കയ്യിലുണ്ടെങ്കിലും, എത്ര സമ്പത്ത് എന്റെ കയ്യിലുണ്ടെങ്കിലും, എനിക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരെ ഒരു ഡെലിവറൻസ് ആഗ്രഹിക്കുന്നവരുടെ ജീവിതത്തിലായിരിക്കും ദൈവം ഒരു ബ്ലെസ്സിംഗ് അയക്കുന്നത്. അവിടെ ഇരിക്കുന്ന വിധവകൾക്ക് ഇതുപോലത്തെ ഒരു ആഗ്രഹം കാണത്തില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഉണ്ടാക്കിയ വചനമല്ല, ബൈബിളിൽ പറഞ്ഞു അനേക വിഡോസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ അടുത്താണ് ഏലിയാവിനെ ദൈവം അയച്ചത്. അതുപോലെ കരയുന്ന ഒരു വിധവ ചിലപ്പോ ആയിരിക്കും. എനിക്കറിയത്തില്ല, ഞാൻ ഭാവനയിൽ പറയുവാണ്. ഇത് എവിടെ എഴുതിയിട്ടുള്ളത് ചോദിച്ചാൽ എഴുതിട്ടില്ല, ഭാവനയിൽ ഞാൻ പറയുവാണ്. അതുപോലെ കണ്ണുനീരൊഴുക്കി, അതുപോലെ പ്രയാസത്തോടെ ജീവിച്ചു. അനേകർ വന്ന് പറഞ്ഞു, ഈ ഒരു പ്രൊഫഷൻ ട്രൈ ചെയ്ത് നോക്ക്, അത്യാവശ്യം പണം കിട്ടും. അവള് പറഞ്ഞാണ്, വേണ്ട, എനിക്ക് അങ്ങനെ വേണ്ട. ഹല്ലേലൂയ. ചിലവർ പറഞ്ഞാണ്, ചില രാജാക്കന്മാരുടെ ഒരു സ്ലേവായി നിൽക്ക, നിനക്ക് ആവശ്യമുള്ള എല്ലാം കിട്ടും. അവള് പറഞ്ഞു കാണും, എനിക്ക് വേണ്ട. ഇതെന്റെ ഭാവനയിൽ ഞാൻ പറയുവാണ്, ഇതിനെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല ജീവിതം ജീവിച്ച ഒരു വീടോ ആയിരിക്കും. എന്തിനാ ദൈവം സെലക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല, ബൈബിളിൽ ക്ലിയർ അല്ല. പക്ഷെ ഞാൻ ഭാവനയിൽ പറയുവാണ്. ഹല്ലേലൂയ. അവൾ കണ്ണുനീരൊഴുക്കി. അവൾക്ക് ആവശ്യമായിരുന്നു ഡെലിവറൻസ്. ഡെലിവറൻസ് എവിടെ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി, ഹല്ലേലൂയ, അവിടെ വിടുതൽ പുറപ്പെടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് ജീവിക്കാൻ വക വേണം, അവർക്ക് ജീവിക്കണം.
ആമേൻ. ആ കുഞ്ഞിനെയും അവർക്ക് മരിക്കാൻ അവർക്ക് തയ്യാറല്ല. അപ്പോഴാണ് കർത്താവ് ആമേൻ സ്വന്തം ഏലിയാവിനോട് പറഞ്ഞത്, സ്തോത്രം, ഒരു വിധവയോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, സ്തോത്രം, അവിടെ എത്തി കഴിഞ്ഞ് സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഏലിയാവ് അവിടെ കൈവച്ചപ്പോൾ ആത്മാർത്ഥമായ അവരുടെ അവസ്ഥ ഏലിയാവിനോട് പറഞ്ഞു, ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്റെ അവസ്ഥ നീ ഏറ്റു പറഞ്ഞ നീ പറഞ്ഞാൽ ഏലിയാവിനോട് ദൈവാത്മാവ് കൽപ്പിച്ച പോലെ ഇവിടെ ദൈവാത്മാവ് സഭയോട് പറയുന്നു, അവൻ സ്തോത്രം, നിന്റെ മാവ് കുറയില്ല, അവൻ നിന്റെ എണ്ണ കുറയില്ല, അവൻ കലത്തിലുള്ള മാവ് കുറയത്തില്ല, എണ്ണ കുറയത്തില്ല. അത് ഏറ്റെടുക്കുന്ന പോലെ കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ ഡെസ്പറേറ്റ് ആണോ ദൈവത്തിന്റെ വിടുതലിന് വേണ്ടി? നിങ്ങൾ ഡെസ്പറേറ്റ് ആണോ ഒരു വഴി തുറക്കാൻ വേണ്ടി? അവയെ ഞാൻ പറയട്ടെ, എല്ലാ വാതിലുകളുടെ താക്കോലുള്ളവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവൻ ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അവൻ പ്രതികൂലത്തിന്റെ ഭാരത്തിന്റെ വാതിലിനോട് അവൻ കൽപ്പിക്കുക, അവൻ ദൈവം പറഞ്ഞാൽ അത് ആർക്കും തുറക്കാൻ സാധിക്കത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ആഗ്രഹിക്കുന്നത് ഒരു സൂപ്പർ നാച്ചുറൽ ആയ ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ചില ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ പോലെ ചിലവർ ചിന്തിക്കുക. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ നടന്നത് ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്. കർമ്മയിൽ തീ അയച്ചത് അതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമായിരുന്നു. ഭക്ഷണം അയച്ചത് അതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമായിരുന്നു. Because my God is a supernatural God. എത്ര പേര് സ്വീകരിക്കുന്നു? മരണത്തെ തോപ്പിച്ച മൂന്നാൾ ഉയർന്നത് അതൊരു സൂപ്പർ നാച്ചുറൽ ഇൻസിഡന്റ് ആണ്. അതിന് പാപമില്ലാതെ ജീവിച്ചത് അതൊരു സൂപ്പർ നാച്ചുറൽ അഭിഷേകമായിരുന്നു. അവൻ ഭൂതം ബാധിച്ചവരെ വിടുവിച്ചത് അതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമായിരുന്നു. അപ്പൊ ഈ സഭയിൽ ഒരു സൂപ്പർ നാച്ചുറൽ സംഭവം നടത്തുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ നിറയ്ക്കുന്നത്. അവൻ സ്തോത്രം, ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നത് അവന്റെ കൃപ, ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നത് അവന്റെ ദയ. ഹല്ലേലൂയ. Come on church, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ശക്തി എടുത്ത് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു സൂപ്പർ നാച്ചുറൽ വിടുതലിന് പ്രാർത്ഥിക്കാൻ. Come on, ഇങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ചെയ്യുന്ന ജനത്തിന്റെ ജീവിതത്തിലായിരിക്കും വിടുതൽ സംഭവിക്കുന്നത്. Come on, ഇതൊരു ട്രഡീഷണൽ ചർച്ചല്ല, ഇതൊരു ട്രഡീഷണൽ ചർച്ചല്ല. എന്റെ യേശു ജീവിക്കുന്ന, അവൻ എന്റെ യേശു പ്രവർത്തിക്കുന്ന, എന്റെ യേശുവിന്റെ ഹല്ലേലൂയ അവൻ സ്തോത്രം ആലോചനകൾ കേൾക്കുന്ന ഒരു ദൈവസഭ